കഥ കുങ്കുമപ്പൊട്ടും കുപ്പിവളകളും. രചന ജസ്ന. ശബ്ദം ഡോക്ടർ സ്വപ്ന പ്രസന്നൻ. വർഷങ്ങളായി അടഞ്ഞുകിടന്ന മുകളിലത്തെ തൻ്റെ വടക്കേ മുറി അവൾ മെല്ലെ തുറന്നു. അവിടെ അവളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി തിരയുകയായിരുന്നു. അതെ, പൊടി പിടിച്ചു കിടക്കുന്ന ആ കൊച്ചു പെട്ടി. അടഞ്ഞുകിടന്ന ആ കുഞ്ഞു പെട്ടി തുറക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാലം കവർന്നെടുത്ത തൻ്റെ സ്വപ്നങ്ങളുടെ ബാക്കി പത്രങ്ങളായി നിലകൊള്ളുന്ന തൻ്റെ മാത്രം പ്രിയപ്പെട്ടതായിരുന്നു അതിനുള്ളിൽ. അന്ന് എത്ര സ്നേഹത്തോടെയായിരുന്നു അവനിത് തനിക്ക് സമ്മാനിച്ചത്. അക്കരക്കാവിലെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ഈ പെട്ടി തന്നിട്ട് അവൻ പറഞ്ഞ വാക്കുകൾ ഇന്നും കാതിൽ മുഴങ്ങുന്നു. ഉത്സവം കഴിയുന്ന 7-ാം നാൾ കുന്നിൻപുറത്തെ ഭഗവതിക്കാവിൽ നീ വരണം. കൈ നിറയെ പല വർണ്ണങ്ങളുള്ള കുപ്പിവളകളിട്ടു സുന്ദരിയായി നീ എത്തുമ്പോൾ ഭഗവതിയുടെ മുന്നിൽ വെച്ച് ഞാൻ ഈ കുങ്കുമം നിന്റെ നെറ്റിയിൽ ചാർത്തി നിന്നെ എൻ്റെ സ്വന്തമാക്കും. 7 ദിവസം കൂടി നീ കാത്തു നിൽക്കണം. ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നീയും എൻ്റെ കൂടെയുണ്ടാവും, എൻ്റെ പെണ്ണായി. പിന്നെ നമ്മളെ ആർക്കും തടുക്കാനാവില്ല. ആരും കാണാതെ ദൂരെ എവിടെയെങ്കിലും പോയി നമുക്കൊന്നിച്ച് ജീവിക്കാം. പിന്നെയുള്ള 7 ദിവസങ്ങൾ, അത് 7 യുഗങ്ങളായിട്ടാണ് തനിക്ക് തോന്നിയത്. പക്ഷേ തൻ്റെ സ്വപ്നങ്ങളുടെ ചിറകുകൾ കരിച്ചു കളഞ്ഞാണ് ആ നശിച്ച ദിനം വന്നെത്തിയത്. അന്ന് പുലർച്ചെ വീട്ടിൽ നിന്നും ഭഗവതിക്കാവിൽ കൂട്ടുകാരുമായി തൊഴാൻ പോവാണെന്ന് പറഞ്ഞിറങ്ങിയ താൻ എത്ര നേരം അവിടെ അവന് വേണ്ടി കാത്തുനിന്നു എന്നറിയില്ല. ഒടുവിൽ നേരം നന്നേ വെളുത്തിട്ടും അവൻ വരാതിരുന്നപ്പോൾ വല്ലാത്ത ദേഷ്യവും സങ്കടവും ആയിരുന്നു. അന്ന് എന്തു ചെയ്യുമെന്ന് അറിയാതെ തളർന്നു നിൽക്കുമ്പോഴാണ് ആളുകൾ എന്തെല്ലാമോ പറഞ്ഞു നടക്കുന്നത് ശ്രദ്ധിച്ചത്. താഴെപ്പുഴയിൽ കുളിക്കാൻ പോയ ഒരു പയ്യൻ മുങ്ങി മരിച്ചത്രേ. അതെ, അതവനായിരുന്നു. നിന്റെ ചിരിക്കും കുപ്പിവളകളുടെ കിലുക്കത്തിലും ഒരേ അഴകാണെന്ന് പറഞ്ഞവൻ, തന്നെ സ്വന്തമാക്കി ദൂരേക്ക് പറക്കാം എന്ന് പറഞ്ഞവൻ. പക്ഷേ അവൻ തന്നെ തനിച്ചാക്കി. ഒറ്റയ്ക്ക് യാത്രയായി അങ്ങകലേക്ക്, തനിക്കും എത്താവുന്നതിലും അകലേക്ക്. എന്തൊരു വിധിയാണ്! ഭഗവതിക്ക് പോലും തങ്ങളുടെ പ്രണയത്തെ ഇഷ്ടമായില്ലേ? അറിയില്ല, ചിലപ്പോൾ അങ്ങനെയാവാം. ഇന്നിതാ നീണ്ട 15 വർഷങ്ങൾ അവൻ്റെ ഓർമ്മകളിൽ മുഴുകി താൻ ഇന്നും ജീവിക്കുന്നു. ഹോസ്പിറ്റലിലെ തിരക്കുകൾക്കുള്ളിൽ പലതും മറക്കാൻ ശ്രമിച്ചു. പലരും വേറെ വിവാഹത്തിന് നിർബന്ധിച്ചു. പക്ഷേ അതിന് കഴിയില്ലല്ലോ. അവൻ നൽകിയ പല വർണ്ണങ്ങൾ നിറഞ്ഞ തൻ്റെ മാത്രം സ്വപ്നങ്ങളെ താലോലിച്ച് അവൻ്റെ ഓർമ്മകളിൽ കഴിയാൻ മാത്രമായിരുന്നു എന്നും ഇഷ്ടം. അവൻ തനിക്കായി നൽകിയ ആ കുഞ്ഞു പെട്ടിയെ ഓമനിച്ച് അതിനെ തൻ്റെ മാറോടമർത്തിപ്പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ അവൾ കിടന്നു. താങ്ക് യു.